ഒയാസിസിന് വെള്ളം നൽകാൻ CPM ഭരിക്കുന്ന പഞ്ചായത്ത്. വാളയാർ, കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാനാണ് CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് അനുമതി നൽകിയത്. കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിനാണ് പുഴ വെള്ളമെടുക്കാൻ അനുമതി. വെള്ളക്കടലാസിൽ നൽകിയ കത്ത് അജണ്ടയിൽ വയ്ക്കാതെ ഭരണസമിതി പാസാക്കി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഒന്ന്, ഈ എലപ്പുള്ളി പഞ്ചായത്ത് ഇതിനെതിരാണ്. അവർ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ചേരുമ്പോൾ പുറത്ത് അത് അനുവദിക്കാതെ CPM ഉപരോധം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമീപത്തുള്ള പഞ്ചായത്ത്, അതായത് പുതുശ്ശേരി പഞ്ചായത്ത്, വാളയാർ, കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാൻ അനുമതി നൽകുന്നു. അവിടെയും തീരുന്നില്ല. കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിനെന്നാണ് പറയുന്നത്. ഈ കത്ത് അജണ്ടയിൽ വയ്ക്കാതെ പാസ്സാക്കുകയാണ് സമരസമിതി. അതായത് എതിർപ്പുകളൊന്നും വരരുത്, രഹസ്യ സ്വഭാവത്തോടെ നടപ്പിലാക്കാനോ പദ്ധതി. അജണ്ടയിൽ വെച്ചില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. കൃഷ്ണരാജ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. CPM ഈ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിക്ക് എല്ലാ തരത്തിലും അനുകൂലമായിട്ട് നിലകൊള്ളുന്ന സാഹചര്യമാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇന്നലെ ഭരണസമിതി യോഗം ചേരാനിരിക്കുക, ആ യോഗത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ഈ CPMന്റെ പ്രതിഷേധവും മറ്റും അവിടെ നടത്തിയതെങ്കിൽ ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള പുതുശ്ശേരി പഞ്ചായത്ത്, CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഇവർ അജണ്ടയിൽ പോലും വെക്കാതെ വാളയാർ, കോരയാർ പുഴകളിൽ നിന്നും ഈ മദ്യക്കമ്പനിക്ക് അവരുടെ കെട്ടിടവും മറ്റും നിർമ്മിക്കുന്നതിന് വെള്ളം നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇവർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ പഞ്ചായത്തിലെ BJPയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെയുണ്ട്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ അസാധാരണമായിട്ടാണ് ഇന്നലെ അജണ്ട കൊണ്ടുവന്നത്. 15ാമത്തെ അജണ്ട കത്തുകളും തപാലുമെന്ന്. സാധാരണഗതിയിൽ കത്തുകളും തപാലുകളും വരുന്നത് ജനങ്ങളുടെ പരാതിയും സർക്കാർ ഉത്തരവുകളുമാണ് വരുന്നത്. അതിലെ CPM അംഗങ്ങൾക്ക് പോലും ഇത് കൃത്യമായിട്ട് പഠിച്ച് അറിഞ്ഞിട്ടില്ല. ഇത് കൃത്യമായി ഒരു 17ാം തീയതി OSS കമ്പനി കത്ത് കൊടുത്തു. അത് കൃത്യമായിട്ട് 11 ദിവസം കൊണ്ട് ബോർഡിലേക്ക് കൊണ്ടുവന്ന് ഇത് പാസ്സാക്കി എടുക്കാനാണ് ഇന്നലെ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെ അളിയനാണ് ഇവിടെ ഏരിയ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം അവിടെ എലപ്പുള്ളിയിൽ കമ്പനിക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നതിനെതിരെ തടുക്കുകയും ഇവിടെ അനധികൃതമായിട്ട് നടപ്പാക്കാനുള്ള വെള്ളം അവിടെ ഒരു കാരണവശാലും മഴവെള്ള സംഭരണി ശേഖരിച്ചിട്ടാണ് വെള്ളം എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ 23 പാടശേഖരങ്ങളിൽ ഉപയോഗിക്കുന്ന കൊരയാർ പുഴ, അതുപോലെ മൃഗങ്ങൾ, അതുപോലെ കന്നുകാലികൾ ഇതാകുന്നു, അതുപോലെ വന്യമൃഗങ്ങളടക്കം ഈ പുഴയെ ആശ്രയിച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. ആ പുഴ വെള്ളമെടുത്ത് വേനൽക്കാലം ആകുമ്പോൾ ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ പോലും വെള്ളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് ഗ്രൗണ്ട് വാട്ടർ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന പഞ്ചായത്താണ്. ഇവിടെയാണ് വെള്ളം ചൂഷണം ചെയ്യാനും അതുപോലെ തന്നെയാണ് ഇന്നലെ കൃത്യമായി 2 സ്വതന്ത്ര മെമ്പർമാരിനെ വിലക്കെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി അനുമതി പാസ്സാക്കിയത്. ആ സ്വതന്ത്ര മെമ്പർമാർക്ക് പോലും ഇതിൽ കൃത്യമായി പങ്കുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇത് കൃത്യമായി ആ പങ്ക് അന്വേഷിക്കണം. അതുപോലെ സെക്രട്ടറി നിയമവിരുദ്ധമായിട്ടാണ് ഈ അജണ്ടയില്ലാതെ ഈ കത്ത് കൊണ്ടുവന്നത്. സെക്രട്ടറിക്കെതിരെയും അതുപോലെ ഈ ഭരണസമിതിക്കെതിരെയും രാഷ്ട്രീയപരമായും നിയമപരമായും ജനങ്ങളെ അടിനിർത്തി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതാണ് ഈ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങളുടെ തീരുമാനം. BJP ആണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ BJPയുടെ പ്രതിഷേധം ഈ പഞ്ചായത്തിന് മുന്നിൽ ആരംഭിക്കുമെന്നുള്ളതാണ്. BJPയുടെ ഈ പുതുശ്ശേരി പഞ്ചായത്തിലെ അംഗം ഷൺമുഖൻ, അദ്ദേഹം ചേരുകയാണ്. ഈ ഭരണസമിതി കൃത്യമായിട്ട് തന്നെ ഈ മദ്യക്കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇന്നലെ ഭരണസമിതി യോഗം ചേർന്നപ്പോൾ ശരിക്കും അവരൊരു ഹിഡൻ അജണ്ടയാണ് ഇന്നലെ അവതരിപ്പിച്ചത്. കത്തും തപാലും പറഞ്ഞിട്ടുള്ള ആ അജണ്ടയിൽ കൊണ്ടുവന്ന് ഒളിച്ചു കടത്തി. അതായത് ഒയാസിസ് കമ്പനി ഏകദേശം ഒരു 4 ദിവസം മുമ്പ് തന്നെ ഈ കത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു. വെള്ള പേപ്പറിലാണ് അവർ കത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒളിച്ചു കടത്തിക്കൊണ്ട് ഇല്ലാതെ കത്തും തപാല് അജണ്ടയായി കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ശേഷം അംഗങ്ങൾ, ചില ആളുകൾ ആശുപത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടും മറ്റുള്ള വിഷയങ്ങളുമായി ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില ആളുകൾ ഉച്ചയ്ക്ക് ശേഷം ഹാജരില്ലാത്ത സമയങ്ങളിൽ ഈ കത്ത് തപാലെടുക്കുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ആ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി
അവർ ഒത്താശ ചെയ്യാണ് ഈ ഭരണസമിതി ചെയ്തത്. ഇന്നലെ ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പുതുശ്ശേരി പഞ്ചായത്തിൽ അപ്പോൾ CPM ഈ മദ്യക്കമ്പനിയെ സഹായിക്കുക എന്നുള്ളത് കൃത്യമായിട്ടൊരു നയമായി സ്വീകരിച്ചിരിക്കുകയാണ് തോന്നുന്നില്ല. തീർച്ചയായിട്ടും സർക്കാർ ആദ്യം മുതൽ തന്നെ മദ്യക്കമ്പനി ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് എക്സൈസ് വകുപ്പ് മന്ത്രി അടക്കം മുന്നോട്ട് പോകുന്നത് അത്തരത്തിലാണ്. ഇപ്പോൾ പുതുശ്ശേരി പുഴയിൽ നിന്നുള്ള വെള്ളം കൊടുക്കുന്നതാണ് പറയുന്നത്. ഈ പുതുശ്ശേരി പുഴയിൽ നിന്നുള്ള വെള്ളം കൊടുത്താൽ ഭാരത പുഴ തന്നെ നശിക്കും എന്നാണ് BJPക്ക് പറയാനുള്ള. ഒരു കാരണവശാലും ഇതിന് അനുവദിക്കില്ല എന്നാണ് BJP പറയുന്നത്. ഈ പുതുശ്ശേരി പുഴയിൽ നിന്നെന്ന് പറയുമ്പോൾ ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിനാണ് പറയുന്നത്. പക്ഷെ അത് ഭാവിയിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഭാവിയിൽ ഇവിടുത്തെ പുതുശ്ശേരി പ്രദേശങ്ങളിലെ കുടിവെള്ളത്തിന് വളരെ ക്ഷാമമുണ്ടാകും. അതുപോലെ തന്നെ കൃഷി നശിച്ചു പോകും, ഉള്ള കൃഷി നശിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കില്ല. ഞങ്ങൾ പല്ലും നഖം ഉപയോഗിച്ചിട്ട് തന്നെ നേരിടും. ഇതിനു വേണ്ടി ഞങ്ങൾ ജയിൽവാസം അനുഭവിക്കാനും അതിനെന്തിനും തയ്യാറാണ്. ഈ ഒരു കാരണവശാലും ഈ ഒയാസിസ് കമ്പനിക്ക് വെള്ളമെടുക്കാൻ, പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ BJP അനുവദിക്കില്ല. അത് എന്ത് തന്നെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നാലും ശരി, ഞങ്ങൾ തടയുക തന്നെ ചെയ്യും. അത് തന്നെയാണ്. ഏതായാലും BJPയുടെ സമരം അല്പസമയത്തിനകം തന്നെ ഈ പുതുശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ ആരംഭിക്കും. ശക്തമായ നിലപാടിലാണ് BJP ഉള്ളത്. ഒപ്പം തന്നെ ഈ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ മദ്യ കമ്പനിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിൽ അവർക്ക് സാധിക്കുമോ അത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് തന്നെ പാലക്കാടും അതുപോലെ തന്നെ മറ്റ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മാധ്യമങ്ങളോട് കൃത്യമായിട്ട് തന്നെ ഈ മദ്യ കമ്പനി കൂടുതലായിട്ട് സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് കടക്കും. ഈ ഒയാസിസ് മാത്രമല്ല, കൂടുതൽ സ്പിരിറ്റ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നുൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇന്നലെ എലപ്പുള്ളി പഞ്ചായത്തിൽ ഭരണസമിതി യോഗത്തെ തന്നെ CPMകാർ തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ അവിടെ പ്രതിഷേധങ്ങളും കയ്യാങ്കളികളിലേക്ക് വരെ ഏകദേശം ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നവരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത്, അതായത് എലപ്പുള്ളി പഞ്ചായത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന പുതുശ്ശേരി പഞ്ചായത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മദ്യനിർമ്മാണ കമ്പനിയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വെള്ളം നൽകുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിരിക്കുന്നത്. അത് ഭരണസമിതി യോഗത്തിൽ അജണ്ട വെക്കാതെയാണ് ആ തീരുമാനം അവർ പാസ്സാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ പുതുശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ BJPയുടെ സമരം ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. കൃഷ്ണരാജ്. ശരി, ഒയാസിസിന് വെള്ളം നൽകാൻ CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത് തയ്യാറായിരിക്കുന്നു. അതായത് വെള്ളം എടുക്കാനുള്ള അനുമതി നൽകുന്നു. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പുഴവെള്ളം എടുക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഭാവിയിൽ എങ്ങനെ ഉപയോഗിക്കും, ദുരുപയോഗിക്കും എന്ന് പറയാനാവില്ല. ഏതായാലും വെള്ളക്കടലാസിൽ നൽകിയ കത്ത് അജണ്ടയിൽ ഉൾപ്പെടുത്താതെ പാസ്സാക്കിയെന്നാണ് BJP കോൺഗ്രസ് മെമ്പർമാർ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.